അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ആഴ്സോബ്ലേഡിൽ നിന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കിഴുത്തിട്ട് വെച്ചു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പിടിയെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിരട്ട സ്പൂൺ ഉണ്ടാക്കാൻ പോവാണ്. ഒന്നല്ല, നമ്മൾ 4 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട സ്പൂണ്. അപ്പം നമ്മൾ 4 വെറൈറ്റി ചിരട്ട സ്പൂണുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എടുത്ത് കളയുന്ന ചിരട്ട വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒന്നെങ്കിൽ കത്തിച്ച് കളയോ എടുത്ത് കളയുന്ന ചിരട്ട വെച്ചാണ് നമ്മൾ ഒരു അടിപൊളി ഒരു ഉപയോഗമുള്ള വസ്തു ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ കുറച്ച് നോയ്സൊക്കെ കാണും. വേറൊന്നുമല്ല, ഇവിടെ ഭയങ്കര മഴയാണ്. പിന്നാണെങ്കിൽ ഇവിടെ പശു ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നോയ്സ് വരും. അപ്പം അത് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. നല്ല നമ്മുടെ അകഭാഗം നല്ല സ്പേസ് ഉള്ള നല്ല ചിരട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. അതായത് ചിരട്ട നമ്മൾ മുറിച്ച് കളയേണ്ടതാണ്. ഇത്രയും ഭാഗം മുറിച്ച് കളയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ആഴ്സോ ബ്ലേഡ് വെച്ച് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഇതൊന്ന് നമുക്ക് റൗണ്ടിൽ മുറിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ആഴ്സോ ബ്ലേഡ് ഫ്രെയിമും വെച്ച് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ആഴ്സോ ബ്ലേഡിൽ നിന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഇരിക്കുന്നതാണ്. അതായത് തേങ്ങയുടെ വേസ്റ്റൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടി കളയണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു കത്തി എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കുക. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇതിനകത്തുള്ള വേസ്റ്റ് എല്ലാം നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകഭാഗം നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുക. അതായത് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കിഴുത്തിട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് നമ്മൾ കിഴുത്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചോർപ്പ് തവിയാണ്. അതായത് നമ്മൾ ഈ കലത്തിൽ നിന്ന് നമ്മൾ ചോറ് വാരുമ്പോൾ അടിയിലോട്ട് വെള്ളം പോകാൻ വേണ്ടിയുള്ള ഒരു തവിയാണ് ചോർപ്പ് തവി എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ അത് പറഞ്ഞില്ല, അപ്പോൾ അതിനെ ക്ഷമിക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പിടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന പിടി നമ്മുടെ കമുകിൻ്റെ ഇതാണ്. അതായത് കമുകിൻ്റെ തടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തെങ്ങിൻ്റെ ഇതെടുക്കാം, പിന്നെ മുള എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കമുകിൻ്റെയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഈ ഒരു സൈഡിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് പശ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പിടിയെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോർപ്പ് തവി ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ചോർപ്പ് സ്പൂൺ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ഇതുണ്ടാക്കിയെടുത്തു. ഇനി ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്കി ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവിയാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തവിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ ഈ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇളക്കുന്ന ഒരു സൈസ്, എന്താ അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അതുപോലത്തെ ഒരു തവിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു വലിയൊരു തവിയാണ്. ഇതും നമുക്ക് കൂട്ടാനൊക്കെ ഇളക്കുമ്പോഴൊക്കെ ഇളക്കുന്ന ഒരു തവിയാണ്. അപ്പോൾ നമ്മൾ 4 തവിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ചിരട്ട വെച്ച് നമ്മൾ 4 തവി അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു കളയുന്ന ചിരട്ട വെച്ചാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് 3 എണ്ണം ഉണ്ടാക്കാൻ അത് കാണിക്കാഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഇതുണ്ടാക്കി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, ഇതൊരു ഫുൾ ചിരട്ടയാണ്. ആ ചിരട്ടയെ നമ്മൾ ഉരച്ച് വൃത്തിയായതിനു ശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ ഇവിടെ പിടിയെടുത്ത് സെറ്റ് ചെയ്ത് എടുത്തേക്കുവാണ്. പിന്നെ നമ്മളിത് ഇത് നമ്മൾ റൗണ്ട് എടുത്തേക്കുന്ന ആയതുകൊണ്ട് ഇത് നമ്മൾ സ്ട്രെയിറ്റ് എടുത്തേക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് ചിരട്ട കട്ട് ചെയ്തെടുത്തേക്കുവാണ്. പിന്നെ ആണെങ്കിൽ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ. ഇത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെന്തായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാഞ്ഞത്.
അപ്പോൾ ഗൈസ് തവി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തതിനെപ്പറ്റി എന്താ അഭിപ്രായം നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് അതേസമയം നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ തവി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമ്മൾ എടുത്ത് കളയുന്ന അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കത്തിച്ച് കളയുക അല്ലെങ്കിൽ എടുത്ത് കളയുന്ന ചിരട്ട വെച്ച് നമ്മൾ തവിയൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. 4 വെറൈറ്റി ടൈപ്പ് സ്പൂണും ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് നമ്മൾ. അപ്പം എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ രാത്രിയായി, ഇരുട്ടാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രാത്രിയായി, ഫുൾ ഇരുട്ടാണ്. ഞാൻ ഇരുട്ടത്തിരുന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. അപ്പം നിങ്ങൾ തീർച്ചയായും ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചേക്കണം. പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇത് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ പോകാനും പിന്നെ ഒന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടി നല്ല തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്. ബൈ.